രാവിലെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാനുള്ള തിരക്കിലാണ്. രാജ്മ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകുക. 1-2 പ്രാവശ്യം ഒന്ന് കഴുകണം. അതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. രാജ്മ ഒന്ന് മുങ്ങിക്കിടക്കണ പോലെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ രാജ്മ വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 15 മിനിറ്റ് അത്രയൊക്കെ വേണ്ടി വരും രാജ്മ ഒന്ന് വേവാനായിട്ട്. അപ്പോൾ ഞാൻ വിസിലല്ല നോക്കാറ്, ഞാൻ സമയം നോക്കിയിട്ടാണ് രാജ്മ വേവിക്കാൻ വയ്ക്കാറ്. തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഒരു വലിയ തക്കാളിയാണ്, പിന്നെ ഒരു അര തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്, 2.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷേ നമ്മൾ ചില കറികൾക്ക് തക്കാളി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ തക്കാളി ചേർത്തല്ലേ പറ്റൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തക്കാളിയിലൊക്കെ നിങ്ങൾ മുറിച്ച് നോക്കുമ്പോൾ നോക്കണം കേട്ടോ, അതിൽ ചിലപ്പോൾ പുഴു ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. തക്കാളിയിൽ അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട, അങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. നന്നായിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സബോള അരിഞ്ഞെടുക്കണം. ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വലിയ സബോളയാണ് എടുത്തേക്കണത്. വലിയ സബോളയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 സബോള എടുക്കാം. സബോളയുടെ അതുപോലെ തന്നെ ഉള്ളിലൊരു വൈറ്റ് കളറിലുണ്ടാവില്ലേ, അതൊന്നും എടുത്ത് കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കുക, അത് കട്ടിയുള്ള ഭാഗം. അതിനുശേഷം നമ്മൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എത്ര ചെറുതാക്കിയിട്ട് അരിയാൻ പറ്റുമോ അത്രയ്ക്കും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല പെട്ടെന്ന് തന്നെ നല്ല ഫ്രൈ ആയിട്ട് വരുള്ളൂ. നല്ല ബ്രൗൺ കളറിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനോട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. കത്തിക്ക് നല്ല മൂർച്ച വേണം കേട്ടോ, അപ്പോഴാണ് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളക് ചെറുതായിട്ട് ഞാനൊരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 എടുത്താൽ മതി, അതല്ലെങ്കിൽ 2 പച്ചമുളകൊക്കെ എടുക്കാം, പച്ചമുളകിന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. ഇനി നമുക്ക് അതിനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. കുക്കർ എടുത്ത അടുപ്പിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി പാത്രം വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ബേ ലീഫ്, അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ സബോള ചേർത്ത് കൊടുക്കാം. സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ലൈറ്റ് ഒരു ബ്രൗൺ കളർ വരണമായിരിക്കും വഴറ്റിയെടുക്കുക. ഇതേപോലെ ബ്രൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ പച്ചമുളക് ചേർക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ അടി പിടിക്കണ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ പൊടികളൊന്നും കരിഞ്ഞു പോവില്ല. നന്നായിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി ചേർത്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ തക്കാളിയിലെ വെള്ളം വേഗം തന്നെ വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം സിമ്മിൽ വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച രാജ്മ ചേർത്ത് കൊടുക്കാം. രാജ്മയിലുള്ള വെള്ളവും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് തിക്കാണ്, അപ്പോൾ ഇതും കൂടെ വെള്ളം കൂടെ ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ വെക്കണം. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും സിമ്മിൽ വെക്കണം. അപ്പോഴാണ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുള്ളൂ, ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ജീരകം പൊട്ടി വരുമ്പോൾ 2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം.
അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി. നമ്മുടെ ചോറ് റെഡിയായി കിട്ടും. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 20 മിനിറ്റ് നേരം കുതിർത്ത് വെച്ച ബാസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പൊന്ന് മേലെ നിൽക്കണം. ഇനി കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ മതി. രാജ്മയിലേക്കും അതുമാതിരി ജീര റൈസിലേക്കുള്ള മല്ലിയില അരിഞ്ഞ് വയ്ക്കാം. കുറച്ച് ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. രാജ്മ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് സോൾട്ടിന് ഉപ്പ് രസം അധികമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ ഗ്യാസിന് അസിഡിറ്റി ഇതിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ രാജ്മ കറി റെഡിയായി. മൂടി വയ്ക്കാം. കുക്കറിലെ വിസിലൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ജീര റൈസും നല്ല ഭംഗിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അരി കണ്ടാവും, ഇതിനൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല, വേറെ വേറെ കിടക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ജീര റൈസും റെഡിയായി. ജീര റൈസിന് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് രാജ്മ. ഇപ്പോൾ ഇങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരിക. നമ്മൾ ഉച്ചയ്ക്ക് സ്കൂളിൽ വിശന്നുകൊണ്ട് നമ്മൾ ചോറും പാത്രം തുറക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കൾക്കും അവർക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല സ്വാദുമുണ്ട്. കുട്ടികൾ നല്ല ഇഷ്ടമായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.